എല്ലാവരും ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു കാലമാണല്ലേ. ഞാനും കുറച്ച് സാധനങ്ങൾ ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്തിട്ടാ. അത് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോന്നൊന്നും അല്ല കേട്ടാ, നമ്മുടെ നാട്ടിലുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതിന് പ്രത്യേകത ഉണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് അധികം പർച്ചേസ് ചെയ്തപ്പോൾ അതിന് ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അതുകൂടാതെ ഏതെങ്കിലും ഒരു ഐറ്റത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തിരിച്ചു തരും. അങ്ങനെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു നാടൻ ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ച്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ചാലേ നമ്മുടെ നാട്ടിൽ തന്നെ ആ പൈസ കിട്ടുമെന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടിയുണ്ട്. അങ്ങനെ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങളെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് നിങ്ങൾക്കും വാങ്ങിക്കാം. ഞാനതിന് വാങ്ങിക്കാനുള്ള നമ്പറും ഒക്കെ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇതെന്താണെന്നറിയാമോ? നമുക്കൊരു ലൈറ്ററാണ്. ഗ്യാസ് അടപ്പ്, മെഴുകുതിരി വരെയും കത്തിക്കാവുന്ന ഒരു ലൈറ്ററാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇത് കണ്ടില്ലേ? ഇതൊരു ഗ്ലാസ്സാണെന്ന് ആരെങ്കിലും പറയുമോ? നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മളെ ബാഗിൽ അല്ലെങ്കിൽ പോക്കറ്റിൽ വരെ വെച്ചുകൊണ്ട് പോകുന്ന ഒരു ഗ്ലാസ്സാണിത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗ്ലാസ്. ഇത് നമ്മൾ തുറക്കുക, വെറുതെ വലിച്ചങ്ങാണ്ട് എടുക്കുക, നേരെ ഗ്ലാസ്സായി. നോക്കിക്കോട്ടെ, ഈ കവറ് നല്ല ഒരു അടപ്പുണ്ട്. ഈ അടപ്പങ്ങാണ്ട് മാറ്റിയ നോക്കി, നല്ലൊരു ഗ്ലാസ്സാണത്. ആർക്കെങ്കിലും പറയാൻ പറ്റും ഇത് ഗ്ലാസ്സാണെന്ന്? ഇല്ല, നമുക്ക് ലീക്കൊന്നുമില്ലാതെ നല്ല ഭംഗിയായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഗ്ലാസ്. ഇത് നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുപോകാവുന്ന ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. പൊട്ടിപ്പോവാത്ത രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിക്കോട്ടെ, ഞാൻ തുറക്കട്ടെ. എന്ത് രസമാണല്ലേ ഇത് കാണാൻ. പല കളറും ഇവരുടെ കയ്യിലുണ്ട്. എനിക്കിഷ്ടപ്പെട്ട കളർ ഇതായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഈ കളർ വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈ ഐറ്റംസ് കണ്ട, അല്ല, സ്കെച്ച് പെന്നാണിത്. നമുക്കിഷ്ടമുള്ള കളറുകളുണ്ടാവും. സാധാരണ സ്കെച്ച് പെനൊന്നും ഇതുപോലെ കളറിൽ നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഈ സ്കെച്ച് പെന് നല്ല കളറുണ്ട്. അത് ഞാൻ വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഈ സ്കെച്ച് പെന് വരക്കണേ എങ്ങനെയാണെന്നും കാണിച്ചു തരാം. അതിൻ്റെ കളറിൻ്റെ ഭംഗിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കി, എങ്ങനെയുണ്ട്? നമുക്ക് ബോക്സായിട്ട് പെൻസിൽ ഇടാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ബ്രഷ്, പേസ്റ്റൊക്കെ ഇടാനായിട്ട്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാവുന്ന ഒരു കേസാണത്. പിന്നെ ഇത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ്. നമ്മുടെ ഫ്രീസറിലൊക്കെ വെച്ച് ഐസ് ബോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത് വളരെ നല്ലതാണ്. അങ്ങനത്തെ ഒരു സാധനം കൂടി ഞാൻ വാങ്ങിച്ചാണ്. ഞാൻ പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വീട്ടിലും ഇതേപോലത്തെ ഒരെണ്ണമുണ്ടെങ്കിൽ നല്ലതല്ലേ, അങ്ങനെ വാങ്ങിച്ചാണ്ട. കണ്ടില്ലേ, നല്ല രീതിയിൽ കാറ്റലോഗുകളുണ്ട്. അപ്പോൾ ആ കാറ്റലോഗ് നോക്കിയിട്ട് നമുക്ക് സാധനം ഓർഡർ ചെയ്യാം കേട്ടോ. സ്പൂണുകൾ, കയ്യിലുകൾ, ഇതൊക്കെ വെക്കാൻ വേണ്ടി, തൂക്കിയിടാൻ വേണ്ടിയുള്ള ഒരു ഹാങ്ങറായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. വളരെ നല്ല ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതൊക്കെ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് കിച്ചൺ ടവലാണ്. നമ്മൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു തുണിയാണ്, ക്ലോത്താണ് കേട്ടോ. ഇത് ചൈനക്കാരുടെ ഒരു പ്രത്യേക കണ്ടുപിടുത്തമാണത്. നിങ്ങൾക്ക് പെട്ടെന്ന് വളരെയധികം ഇഷ്ടപ്പെടും. ഈ മിഠായി അല്ലേ ഇത്? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരെണ്ണം പൊട്ടിച്ചിങ്ങോട്ട് എടുത്ത് വെള്ളത്തിലങ്ങോട്ട് കുതിർത്തിയാലല്ലേ നല്ലൊരു ടിഷ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്ര ഐറ്റംസുകളാണ് ഞാൻ ഓർഡർ കൊടുത്തത്. നിങ്ങൾക്കും ഇതേപോലെയുള്ള ഓർഡറുകൾ കൊടുക്കാം. അതിന് ഞാൻ ഈ വീഡിയോയിൽ അവരുടെ വാട്സപ്പ് നമ്പർ ഞാനിതിൽ കൊടുക്കാം. ആ വാട്സപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിലെ കാറ്റലോഗ് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര സാധനങ്ങൾ അധികം കൊടുക്കുമ്പോൾ ഒരു ഡെലിവറി ചാർജൊന്നും ഉണ്ടാവില്ല. ഫ്രീ ആയിട്ട് നമുക്ക് വീട്ടിലെത്തിച്ച് തരും. അപ്പോൾ നിങ്ങൾ ഒരു പർച്ചേസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരെയും കൂടിയൊക്കെ ഒന്ന് പരിഗണിക്കണം. നമ്മുടെ നാട്ടുകാരല്ലേ.